നമസ്കാരം. വാർത്ത പ്രവാസികൾക്കൊപ്പം പ്രവാസികളുടെ ശബ്ദമായിട്ട് അതിൻ്റെ യാത്ര തുടരുകയാണ്. പുതിയ മാറ്റത്തിലൂടെയാണ് വാർത്ത ഇനി നിങ്ങളിലേക്ക് എത്തുക. കൂടുതൽ വിപുലീകരണത്തോടെ വാർത്ത നിങ്ങളിലേക്ക് എത്തുമ്പോൾ എന്ന് പറയുന്ന ഈ രാജ്യം ഒരുപാട് ബിസിനസ്സുകാർക്ക് വലിയ വിജയങ്ങൾ സമ്മാനിച്ച ഒരു ഭൂമിയാണ്. ഈ നാട്ടിൽ നിന്നുകൊണ്ട് ആകാശം മുട്ടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. എന്നാൽ അതിനപ്പുറത്ത് മനുഷ്യസ്നേഹവും മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ജാതിമത രാഷ്ട്രീയത്തിനപ്പുറത്ത് എന്നും മനുഷ്യരെ മനുഷ്യരായി കാണാൻ പറ്റുന്ന ഒരാളാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. മുരളീധര പണിക്കർ. അദ്ദേഹത്തിൻ്റെ ജീവിതവും ജീവചരിത്രവും ഒക്കെ നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, മാതൃകയാക്കേണ്ടതുണ്ട്. നമ്മൾ അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. നമസ്കാരം ശ്രീ പണിക്കർ സാർ. നമസ്കാരം. എന്ന് പറയുന്ന ഈ ഒരു നാട്, ഒരു 2 വാക്കിൽ ഈ നാടിനെ കുറിച്ച് അങ്ങ് എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? ഞാൻ 1978 ഒരു ചെറിയ പയ്യനായിട്ട് ഇവിടെ വന്നത്. ഗൾഫ് എന്നുള്ള സ്വപ്നം കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് കുറേ പണം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഈ നാടിൻ്റെ പ്രത്യേകത നമ്മളെ ഇവിടെ ഈ 47 കൊല്ലമായിട്ട് ഇവിടെ തന്നെ പിടിച്ചു നിർത്തി. മണലാരണ്യമാണ് അന്ന് എൻ്റെ മുൻപിലുണ്ടായിരുന്നത്. ഇന്നത് സ്വർഗലോകം പോലെയാണ്. എത്രയോ രാജ്യത്തുള്ള എത്രയോ അധികം ആൾക്കാരെ സമ്പന്നരാക്കിയും വളരെയധികം ആൾക്കാരെ അതേപോലെ പാപ്പരാക്കിയും ഒരു രാജ്യമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ രാജ്യം ഇന്നത്തെ ലോകത്ത് വെച്ച് നമ്മൾ ലോകത്തെ ഓരോ രാജ്യങ്ങളെയും നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ ഇതൊരു മാതൃകാ രാജ്യമാണ്. 230 രാജ്യങ്ങളിലുള്ള ആൾക്കാർ, അതിൽ കൂടുതലായിട്ടുള്ള സംസ്കാരങ്ങളും എല്ലാം ഒന്നിച്ച് ഇണചേർന്ന് വളരെ സൗഹാർദ്ദപരമായിട്ട്, വളരെ വിശ്വസനീയമായിട്ട്, വളരെ സംരക്ഷിതമായിട്ട് പോവാൻ രാവും പകലും സുരക്ഷിതമായി ജീവിക്കാനും പറ്റിയ ഒരു രാജ്യം വേറെയില്ല. എന്തായാലും ഈ രാജ്യത്ത് വാർത്ത എന്നുള്ള ഒരു നവമാധ്യമം, ഒരു ന്യൂ മീഡിയ എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. 47 വർഷമായിട്ട് ഈ രാജ്യത്ത് നിന്ന് ഞങ്ങളോട്, മാധ്യമപ്രവർത്തകരോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളോട് പറയാനുള്ളത് എന്താണ്? മാധ്യമങ്ങളോട് എനിക്ക് വളരെ ഈ അടുത്ത കാലത്ത് കുറേയധികം വിയോജിപ്പുണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വളരെയധികം ഇൻവോൾവ് ആണ് മാധ്യമങ്ങളിൽ. സമൂഹമായിട്ട് നമ്മൾ അടുത്ത് വരുമ്പോൾ സമൂഹത്തിനെ ഏത് ഡയറക്ഷനിൽ, ഏത് ദിശയിലേക്ക് നയിക്കണമെന്ന് ആദ്യം കാണിച്ചു കൊടുക്കേണ്ട ധർമ്മമാണ് മാധ്യമധർമ്മം, അത് പത്രധർമ്മം എന്ന് പറയും. പക്ഷേ കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് അതിനെ കച്ചവടവൽക്കരിച്ചു. പത്രധർമ്മത്തിൻ്റെ ഒരു 40% പോലും ഇപ്പം മീഡിയക്ക് കാണിക്കുന്നില്ല. അതുകൊണ്ട് എന്നെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് നമ്മൾക്ക് കൺഫ്യൂഷനാവും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അനൂപ് ഈ ഒരു 10-20 കൊല്ലമായിട്ട് ഇവിടെ ഞാൻ ചെറിയ സമയങ്ങളിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ റേഡിയോയിൽ കേൾക്കുന്ന വളരെ സ്പീഡിൽ, വളരെ വേഗതയിൽ സംസാരിക്കുന്ന, ചടുലതയോടുകൂടി അല്ലെ സ്ഫുടതയോടുകൂടി സംസാരിക്കുന്ന അനൂപിനായിരുന്നു അന്നൊക്കെ നമ്മൾ ഓർത്തത്. അദ്ദേഹം ഇപ്പം നിങ്ങൾ ഇത് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് അൺബയാസായിരിക്കണം. പത്രധർമ്മം എത്രത്തോളം ഇന്നത്തെ കാലത്ത് ശോഷിച്ചു പോയ പത്രധർമ്മത്തിനെ നിങ്ങൾ അതിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. എല്ലാവർക്കും അതിനെല്ലാ ഭാവുകങ്ങളും ആശംസകളും എൻ്റെ അൺകണ്ടീഷണൽ സപ്പോർട്ടും ഞാൻ ഇതിനോടൊപ്പം വാഗ്ദാനം ചെയ്യുന്നു. താങ്ക് യു.